വിഷുവിനെ വരവേൽക്കുവാൻ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വിപണി കീഴടക്കുന്നു. വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള ഓടക്കുഴലൂതുന്ന കൃഷ്ണ വിഗ്രഹങ്ങളാണ് നാട്ടിലും നഗരത്തിലും അഴകു വിരിയിക്കുന്നത്. വിഷുവിന് ദിവസങ്ങൾക്ക് മുമ്പേ ഓടക്കുഴൽനാഥന് ഹൈറേഞ്ച് കരയാകെ നിറഞ്ഞു കഴിഞ്ഞു. എന്നാൽ വിഷുവിനടുത്തിട്ടും വിപണികൾ ഉണർന്നിട്ടില്ല. വിഷുക്കാലം എത്തിയാൽ മലയാളം നാട്ടിൽ അഴകു പിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിരക്കാൻ തുടങ്ങും. വിവിധ വർണ്ണങ്ങളിൽ ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണന്മാർ നാടും നഗരവും കീഴടക്കുകയാണ്. വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിര ആരിലും കൗതുകമുണർത്തുകയും ചെയ്യും. അടുക്കും ചിട്ടയുമായി വലിപ്പത്തിനനുസരിച്ച് വിഗ്രഹങ്ങൾ ഒരുക്കി വെച്ചത് കാണാൻ തന്നെ ചന്തമാണ്. വിഷുവിന് കണിയൊരുക്കുമ്പോൾ മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം. നീല നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. കഴിഞ്ഞ വർഷം വിഷു സീസണിലെത്തിയ വിഗ്രഹങ്ങളെക്കാൾ ഇരട്ടിയിലധികം കണ്ണന്മാരാണ് വ്യാപാരശാലകളിൽ നിരന്നിരിക്കുന്നത്. എന്നാൽ വിപണിക്ക് ഒരു ചലനവും ഉണ്ടായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യം വ്യാപാര മേഖലയ്ക്ക് ഇനിയും മറികടക്കാനാകാത്തതാണ് ഇതിന് കാരണം. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെതായ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയൊരു തിരക്ക് കാണുന്നില്ല. ഇനിയിപ്പോൾ 2 ദിവസത്തെ കാര്യങ്ങളും കൂടെ ഉള്ളൂ. എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല. കുഴപ്പമില്ലാതെ പോകുന്നു. ഇലക്ഷൻ്റെ ചൂടായതുകൊണ്ടാണെന്ന് വിഷു ഇച്ചിരി എന്തോ ഒരു ശകലം ഇങ്ങനെ ഒരു തണുത്ത ഒരു മട്ടിലാണ്. 2 ദിവസം കൊണ്ട് ആ ഒരു പൂർവാധി ശക്തിയോടുകൂടി ആ വിഷുപ്പുലരിയുടെ വിഷുവിൻ്റെ ആ എല്ലാ കാര്യങ്ങളും ഉത്സവങ്ങളും കാര്യങ്ങളുമായിട്ട് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷയോടുകൂടി 100 രൂപ മുതൽ മേലോട്ടുള്ള കൃഷ്ണങ്ങൾ ഉണ്ടാവുണ്ട്. 100 മുതൽ 1500-2000 രൂപ വരെയുള്ള കൃഷ്ണൻ നമുക്ക് സ്റ്റോക്കുണ്ട്. തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് സ്റ്റോക്കും കൂടെ ഉള്ളൂ. അത്യാവശ്യമൊക്കെ പകുതിയോളം സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ സ്റ്റോക്ക് കുറവായിരുന്നു. നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു 2-3 വർഷം 4 വർഷം കൊണ്ട് കൂടുമ്പോൾ എല്ലാവരും പുതിയ മേടിക്കത്തുള്ളൂ. കാരണം അതുവരെയൊക്കെ ഇത് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. വിഷുപ്പുലരി അടുക്കുന്നതോടെ കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. ഈ വർഷം അതില്ല. കണിക്കൊന്ന പൂവാണ് മറ്റൊന്ന്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഹൈറേഞ്ചിലെ കൊന്നപ്പൂക്കൾ നേരത്തെ പൂവിടുകയും കൊഴിഞ്ഞു നശിക്കുകയും ചെയ്തു. ഇതിനും പരിഹാരം വിപണിയിലുണ്ട്. പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളാണ് എത്തിച്ചിരിക്കുന്നത്. മഞ്ഞ മാത്രമല്ല, വിവിധതരം വർണ്ണത്തിലുള്ള പൂക്കളും മറ്റ് അലങ്കാര വസ്തുക്കളും എത്തിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാപാരം ഇല്ലാതായത് വലിയ ബാധ്യതയിലേക്ക് വ്യാപാരികളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.